വളരെ വ്യക്തമായി പഠിപ്പിച്ച, അവൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തിയ മിൻഹാ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. ആകാശഭൂമികളുടെ സംവിധാനം മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസം 12 എന്ന് വിശുദ്ധ ഖുർആൻ. ആ 12 മാസങ്ങളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 പവിത്രധന്യമായ മാസമാണ്, ഹിർജുവായ മാസമാണ്. യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത, ആ നിലയിൽ വളരെ പവിത്രതയേറിയ മാസമാണ്. പവിത്രമായ 4 മാസങ്ങളിൽ ഒന്ന് റജബ്. ആ റജബിലാണ് മുസ്ലിം ലോകം നിലകൊള്ളുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത മാസം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണം, പരിശുദ്ധ റമളാനിലെ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയാണ്. എന്തുകൊണ്ടും വളരെ ശ്രേഷ്ഠമായ രാവാണ് പവിത്രമായ റജബിലുള്ള മിഅ്റാജ് രാവ്. നമുക്കറിയാം, റജബ് മാസത്തിലാണ് മിഅ്റാജ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റജബിന് വലിയ പവിത്രതയുണ്ട്. റജബ് മഹത്വമേറിയ മാസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ രാവ് അത് റജബിലെ രാവിനേക്കാൾ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് പരിശുദ്ധ റബീഉൽ അവ്വൽ 12 രാവാണ്. കാരണം ആഗോള മുസൽമാന്റെ അനിഷേധ്യ നേതാവ് സയ്യിദുൽ കൗനൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് ധന്യമായ പവിത്രമായ രാവ്. രാവിൽ വെച്ചേറ്റം ശ്രേഷ്ഠമായത് തിരുനബി, ഭൂജാതരായ രാവു തന്ന സ്വാഹിബി. രാവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതരായ പവിത്രധന്യമായ റബീഉൽ അവ്വൽ 12 രാവാണ്. എന്നാൽ മനസ്സിലാക്കുക, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രാവാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പവിത്രമായ റജബിന്റെ 27 രാവ് ഏറ്റവും മഹത്വമേറിയ രാവാണ്. എന്തേ കാരണം? ലിഅന്നഹു റആ റബ്ബഹു, അല്ലാഹുവിനെ കാണാൻ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൗഭാഗ്യം ലഭിച്ച പവിത്രധന്യമായ രാവിലാണ് റജബുള്ളത്. അതുകൊണ്ട് തന്നെ റജബിന്റെ 27 രാവ് അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ റജബിന്റെ 27 രാവ്. അതുകൊണ്ട് തന്നെ മിഅ്റാജ് രാവ് ഉൾക്കൊള്ളുന്ന റജബ് എന്തുകൊണ്ടും മഹത്വമാണ്. നമുക്കറിയാം, ഒരുപാട് അമ്പിയാക്കൾ, എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സൗഭാഗ്യം ലഭിച്ച രാവ് പവിത്രമായ മിഅ്റാജിന്റെ രാവായിരുന്നു, അല്ലേ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം
അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോളം വരുന്ന സർവ്വ പ്രവാചകന്മാരും അവർക്കെല്ലാം അത്രയധികം മൂല്യമുണ്ടാകാൻ കാരണം തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവർക്കെല്ലാം വലിയ മൂല്യമുണ്ടാകാൻ തന്നെ കാരണം എന്തേ? അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം, അതാ ഹവ്വാ റളിയല്ലാഹു അൻഹയുടെ മഹർ എന്തേ? പവിത്ര ധന്യമായ സ്വലാത്താണ്. നമുക്കറിയാം, ഏത് പ്രവാചകരുടെ അടുത്ത് പരിശോധിച്ചാലും അവരുടെ എല്ലാ മഹത്വവും ക്വാളിറ്റിയും ആരിലേക്ക് കടന്നു വരുന്നു? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കടന്നു വരികയാണ്. എന്തേ കാരണം? സർവലോകത്തെയും തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സർവ അമ്പിയാക്കൾക്കും കാണാൻ സൗഭാഗ്യം ലഭിച്ച പവിത്രധന്യമായ മിഅ്റാജിന്റെ രാവാണ് കടന്നു വരുന്നത്. ആ മിഅ്റാജിന്റെ രാവ് ഉൾക്കൊള്ളുന്നത് റജബിലാണ്. റജബ് അല്ലാഹു വലിയ ഇഷ്ടപ്പെട്ട മാസമാണ്. റജബ് അല്ലാഹു പവിത്രത നൽകിയ മാസമാണ്. അതുകൊണ്ട് തന്നെ റജബിനെ ആദരിക്കാൻ, റജബിനെ ബഹുമാനിക്കാൻ മുസ്ലിം ലോകത്തിന് കഴിയണം. അല്ലാഹുവേ, റജബിനെ ആദരിക്കുന്നവരിൽ, റജബിനെ ബഹുമാനിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച റജബിലെ പവിത്രധന്യമായ മാസത്തിലാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്നത്. ഋജുവായ മാസമെന്ന്, വളരെ മൂല്യമുള്ള മാസമെന്ന്, വളരെ ശ്രേഷ്ഠമായ മാസമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പുണ്യമേറിയ മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹു നമുക്ക് റജബിനെ ആദരിക്കാൻ, റജബിനെ ബഹുമാനിക്കാൻ നമുക്ക് വലിയ ഭാഗ്യം അല്ലാഹു നൽകട്ടെ. അല്ലാഹുവിനോട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ വർദ്ധിപ്പിക്കുക, തൗബ ചെയ്യുക, ഖൽബ് നന്നാക്കി എടുക്കുക, ഖൽബ് ശുദ്ധിയാക്കി എടുക്കുക. മോശമായതൊന്നുമില്ലാതെ, ഗീബത്ത് നമീമത്തുകളില്ലാതെ, കുറ്റങ്ങളും കുറവുകളും മോശത്തരങ്ങളുമില്ലാതെ സംശുദ്ധമായൊരു ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ഉടമയായി മാറാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. അടുത്ത റജബിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ കഴിയുമോ? കഴിഞ്ഞ റജബിലും ശഅബാനിലും റമദാനിലും ജീവിച്ചിരുന്ന എത്ര പേര് ഈ റജബിലും ശഅബാനിലും റമദാനിലും നമ്മളോടൊപ്പമില്ല? ഈ റജബിൽ നമ്മളോടൊപ്പമില്ല. ആലോചിക്കുക. കഴിഞ്ഞ റമദാനിൽ ജീവിച്ചിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. പെടുന്നനെ മരണപ്പെട്ടു പോയ എത്രയോ ആളുകൾ, പെടുന്നനെ യാത്രയായ എത്രയോ ആളുകൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു സ്വർഗം നൽകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യമേറിയ മാസത്തിലാണ് നാം ഉള്ളത്. ഈ റജബിന്റെ ഒരു സമയം പോലും നഷ്ടപ്പെടുത്തി കളയാതെ ഇസ്തിഗ്ഫാറുകൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കുക, തൗബ ചെയ്യുക, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക. എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാവായി നമ്മുടെ നാവ് മാറുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ആ തിരുഹളറത്തിലേക്ക് ഓരോ ദിനവും ധാരാളം സ്വലാത്ത് സലാമുകൾ ചൊല്ലുന്നവരായി നമ്മൾ മാറുക. അല്ലാഹു നമുക്കതിന് അവസരം തരട്ടെ. അല്ലാഹു ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും സർവ്വ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. പുണ്യമേറിയ റജബിന്റെ പവിത്രധന്യമായ ദിനരാത്രങ്ങൾ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ ആരാധനാ വൈഭവങ്ങളോടെ, ആരാധനകളോടെ, ആത്മീയമായ ഉയർച്ചയിലേക്ക് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സ്നേഹജനങ്ങളെയും ദുആ വസിയത്ത് ചെയ്തവരെയും ആത്മീയമായ ഉയർച്ചയിലും വളർച്ചയിലുമാക്കി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്.